കേരളം വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടാണ്. ഈ നേരിടുന്ന തെരഞ്ഞെടുപ്പിൽ പല സ്ഥാനാർത്ഥികളുടെയും പ്രായമാണ് രസകരം. 80 വയസ്സായ ഒരാൾ മത്സരിക്കുന്നു, 79 വയസ്സായ ഒരാൾ മത്സരിക്കുന്നു, 83 വയസ്സായ ആളുകൾ മത്സരിക്കുന്നു. അങ്ങനെ വൃദ്ധന്മാർ എല്ലാം, പാർട്ടി വൃദ്ധന്മാരെല്ലാവരും മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറിയിട്ടുണ്ട്. പിന്നെ മത്സരിച്ചവർ തന്നെയാണ് വീണ്ടും മത്സരിക്കുന്നത്. 5ഉം 6ഉം തവണ മത്സരിക്കുന്നുണ്ട്. വിവിധ പാർട്ടികളിൽ ഊഴം കാത്തിരിക്കുന്ന പലവർക്കും സീറ്റ് കിട്ടാതെ ചോദ്യം ചെയ്ത എല്ലാ വ്യക്തികളും വർഗവഞ്ചകരായി മാറിയിട്ടുണ്ട്. പാർട്ടി തലത്തിൽ തന്നെ വർഗവഞ്ചകരുടെ ഒരു ഗ്രൂപ്പ് രൂപീകരിക്കുന്ന ആലോചനയിലാണ് ഇപ്പോൾ കേരളത്തിൽ വലിയൊരു ചർച്ചാ വിഷയമായിട്ട് നടക്കുന്നത്. അതേപോലെ തന്നെ ഓരോ സ്ഥാനാർത്ഥികളും എത്ര രൂപയാണ് ചെലവഴിക്കുന്നത്? ഒട്ടിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ പോലും പോസ്റ്റർ ഒട്ടിക്കുന്നുണ്ട്. എഴുതാൻ പാടില്ലാത്ത റോഡുകളിൽ പോലും സ്ഥാനാർത്ഥികൾ ചിഹ്നം വരയ്ക്കുന്നുണ്ട്. ഈ സ്ഥാനാർത്ഥികളൊക്കെ നിയമം ലംഘിക്കുന്നുണ്ട്. ഇതൊക്കെ തടയേണ്ട വ്യക്തികളുണ്ട് നാട്ടിൽ. ആ വ്യക്തികൾ വിവിധ പാർട്ടികളുടെ ഈ നിയമലംഘനം കാണാതെ പോകുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എടുത്ത് പറയാവുന്നത്, ഓരോ സ്ഥാനാർത്ഥികളും എത്ര രൂപയാണ് ചെലവഴിക്കുന്നതെന്ന് ആർക്കും അറിയാൻ പറ്റാത്ത രീതിയിലാണ് തുടക്കത്തിലേ തന്നെ കോടാനുകോടി രൂപയാണ് ഇവർ ചെലവഴിക്കുന്നത്. കാരണം കോടികൾ സമ്പാദിക്കാൻ പറ്റുന്ന ഫാക്ടറിയിലേക്കാണ് ഓരോ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത്. ഓരോ വ്യക്തികളും എത്ര രൂപ ചെലവഴിച്ചാലും എങ്ങനെയെങ്കിലും നിയമസഭയിലേക്ക് കടന്നുകൂടണം എന്ന ഒറ്റ വാശിയിലാണ് അവർ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. പൊതുജനങ്ങളുടെ കാര്യങ്ങൾ പരിഹരിക്കാനല്ല, പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾ പഠിച്ച് നിയമസഭയിൽ പോയി അവതരിപ്പിക്കാനല്ല. പൊതുജനങ്ങളുടെ നികുതി പണം മാസാമാസം ശമ്പളമായിട്ട് ലഭിക്കും. മാത്രവുമല്ല 1 കോടി രൂപ 5 മാസത്തിനുള്ളിൽ ചെലവഴിക്കാം. മാത്രവുമല്ല ഈ MLAക്ക് കിട്ടുന്ന, സമൂഹത്തിൽ കിട്ടുന്ന പേരും പ്രസക്തിയൊക്കെ കണക്കിലെടുത്തിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഒരു ജനങ്ങൾക്ക് ഒരു പ്രയോജനമില്ലാത്ത പല സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. വിവിധ മുന്നണികളിൽ ഇന്നലെ വരെ സമൂഹം കാണാത്ത പല വ്യക്തികളും ഓരോ ചിഹ്നത്തിൻ്റെ പേരിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അവർ ചെയ്തിട്ടുള്ള സാമൂഹ്യ സേവനങ്ങൾ എന്താണെന്ന് അവരോട് തന്നെ ചോദിച്ചാൽ അവർക്ക് തന്നെ അറിയില്ല. അങ്ങനെ പല വ്യക്തികളും വോട്ട് ചോദിച്ച് നഗരങ്ങളിൽ മുഴുവൻ പോസ്റ്റർ ഒട്ടിക്കുകയാണ്. ഈ വ്യക്തികൾ ജയിച്ചു പോയാൽ ആർക്കാണ് ഗുണമെന്ന് ആ സ്ഥാനാർത്ഥിക്ക് അറിയില്ല, നിർത്തിയിട്ടുള്ള പാർട്ടിക്കാർക്ക് അറിയില്ല. പാർട്ടിക്കാർക്ക് ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടിയാണ് ഓരോ MLAമാരെ തിരഞ്ഞെടുക്കുന്നത്. പാർട്ടിക്ക് ഫണ്ട് സ്വരൂപിക്കണം. MLA ഫണ്ടിൽ നിന്ന് ചിലപ്പോൾ പകുതിയാണ് MLAക്ക് കൊടുക്കുള്ളൂ, പകുതി പാർട്ടിക്കാണ്. പാർട്ടി ഫണ്ടിലേക്ക് പോകും. അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ലെവി എന്ന് പറയും. കോൺഗ്രസ്സിൽ BJPയിലൊക്കെ ഫണ്ട് മുഴുവൻ ഇവരുടെ ശമ്പളത്തിൻ്റെ പാതി പാർട്ടിക്കാണ്. പാർട്ടിയാണ് ഇവരെ നിർത്തുന്നത്. ഇവർക്ക് പൊതുജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയുമില്ല. ഇങ്ങനെ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന പല സ്ഥാനാർത്ഥികളും ജനങ്ങൾ ഓഡിറ്റ് ചെയ്യുന്നില്ല. ഓരോ സ്ഥാനാർത്ഥികൾ നിങ്ങളുടെ നിയോജക മണ്ഡലത്തിൽ കാണുന്ന വ്യക്തികളുടെ ഫോട്ടോ, നിങ്ങൾ അയാൾ എന്തൊക്കെയാണ് ചെയ്തു നോക്കണത്, ഇന്നലകളിൽ വരെ അയാൾ എവിടെയായിരുന്നു, എന്തൊക്കെയാണ് ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യണമെന്ന് ജനങ്ങൾ ഓഡിറ്റ് ചെയ്യുന്നില്ല. ഓരോ പാർട്ടി പറയുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യുകയാണെങ്കിൽ അത് അടിമത്താണ്. പാർട്ടി അല്ലല്ലോ സ്ഥാനാർത്ഥിനെ നിശ്ചയിക്കേണ്ടത്, ജനങ്ങൾക്ക് നിശ്ചയിക്കാനുള്ള അധികാരമില്ല. ഒരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാൻ മാത്രമേ അധികാരമുള്ളൂ. ആരാവണമെന്ന് ജനങ്ങൾക്ക് ഇപ്പോഴും ഒരാൾക്കും നിശ്ചയിക്കാനുള്ള അധികാരം ഒരു പാർട്ടി ഓഫീസിൽ നിന്നും തീരെഴുതി കൊടുത്തിട്ടില്ല. ഇതേപോലെ തന്നെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിച്ച വ്യക്തി ഞങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുയോജ്യമായിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ സ്ഥാനാർത്ഥിനെ 5 വർഷം ചുമക്കേണ്ട കാലഘട്ടത്തിലെ നിയമം പൊളിച്ചെഴുതാനും വോട്ടർമാരെ ആവശ്യപ്പെടണം. വോട്ടർമാരുടെ വിചാരത്തിനൊത്ത് ആഗ്രഹത്തിനൊത്ത്
അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷകൾക്കൊത്ത് പ്രവർത്തിക്കാൻ കഴിയാത്ത വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തെ മടക്കി വിളിക്കാനുള്ള അധികാരം ജനങ്ങൾക്ക് നൽകണം. അങ്ങനെ ആകുമ്പോഴാണ് അത് ജനാധിപത്യമായിട്ട് മാറുള്ളൂ.